നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കട് കമൻറ്റും ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ ഹാൻഡ് സെക്കൻഡ് ആണെങ്കിൽ നമ്മളെ ആൻറ്റിയോട് പറയുന്നുണ്ടായിരിക്കും, നിനക്ക് ഒരിക്കലും സങ്കടം വരാൻ ഞാൻ നിൽക്കൂല, നിൻ്റെ എല്ലാ സങ്കടത്തിലും സന്തോഷമായിട്ട് ഞാൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ ആൻറ്റിക്കും ഭയങ്കര ഹാപ്പി ആകുന്നുണ്ടെങ്കിൽ കൂടി ഈഗോ വിട്ടിട്ട് കളിക്കാത്തത് കൊണ്ട് ആൻറ്റി നടന്നു പോകുന്നുണ്ട്. അവർക്ക് നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ കൈ പിടിച്ചിട്ടാണെങ്കിൽ പറയും പ്ലീസ് 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 പോകല്ല, നമുക്ക് എന്നും റൈഡിൽ കയറാമെന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്, അതുകൊണ്ട് എന്നും റൈഡിൽ കയറിയിട്ട് നീ ഇങ്ങനെ വൊമിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, നമുക്ക് പോകാമെന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ പറയും വലിയ വലിയ റൈഡല്ല, ചെറിയ ചെറിയ റൈഡ് ഒരുപാടുണ്ട് ഇടാ, നമുക്ക് അതിലേതിലെങ്കിലും കയറാം. നിനക്കൊരു കാര്യം അറിയാം, ചെറുപ്പത്തിൽ ഞാനും ഗൂ ആണെങ്കിൽ ഒരു കുതിരയുടെ മേലെ കയറിന് അത് അടിപൊളി ചെയ്യണമെന്ന് പറയേ. അതേ ടൈം ആൻറ്റി ആണെങ്കിൽ പറയും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ ഗൂ ആണെങ്കിൽ ആ ഒരു കുതിരേൻ്റെ മേലെ ഇന്ന് കയറി, അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് പറയേ. നമ്മളെ ഹാൻ ആണെങ്കിൽ ആൻറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. ഹാൻ ആണെങ്കിൽ നേരെ നമ്മളെ ഗൂവിൻ്റെ അടുത്ത് പോയിട്ട് ബെഗ് ചെയ്യുന്നുണ്ട് അവർക്ക്, എടാ നമുക്ക് ചൈൽഡ്ഹുഡിൽ കയറിയ പോലെ കയറടാ, വാടാ വാടാന്ന്. പക്ഷേ നമ്മളെ ഗൂ ആണെങ്കിൽ കൊന്നിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല. ഹാൻ ആണെങ്കിൽ പറയും നീ എൻ്റെ കൂടെ വരൂല്ലെങ്കിൽ ഞാൻ ഡേയുടെ കൂടെ കയറുമെന്ന് പറയേ. ഒരു ട്രിക്ക് എടുത്തതായിരിക്കും. ഡെയിനോട് കണ്ണടിക്കുന്ന ടൈം ഡേ ആണെങ്കിൽ പറയും ഗോ എനിക്കിങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ തല കറങ്ങും, നീ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ഗൂവിനെ എന്താ പറയുക, നമ്മൾ എരി കയറ്റി കൊടുക്കൂലേ, എരി കയറ്റുന്ന ടൈം ഗു എങ്ങനെയല്ലോ ഒക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ആൻറ്റിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ടായിരിക്കും. അവളാണെങ്കിൽ അവളെ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടും നമ്മളെ മാങ്ങില്ലേ അവളത്ര അവൾക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു സ്റ്റേജ് മാനേജറിലെ അയാൾ അവിടെ ഉണ്ടായിരിക്കും, അതിൻ്റെ പേര് ജേസൺ എന്നായിരിക്കും. അതാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ചീത്ത പറഞ്ഞ് ഓടി നിൽക്കുന്നുണ്ടായിരിക്കും. ആദ്യ ടൈം ചീത്ത പറഞ്ഞാലും അവളാണെങ്കിൽ മിണ്ടാട് വെച്ച് കേൾക്കും. പക്ഷേ ഈ ഒരു പ്രാവശ്യം അവൾക്ക് ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്, എന്നെ ഒരു മാസം കൂടിയിട്ട് നീ നോക്കിക്കോ, ഞാൻ അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് പറയേ. പക്ഷേ ഈ ഒരു ജെയ്സൺ ആണെങ്കിൽ അതൊന്നും പോരാ, അയാളാണെങ്കിൽ ഇവിടെ തരം താഴ്ത്തിയിട്ട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നാ സംസാരിച്ചതെന്നൊന്നും അറിയില്ല. പക്ഷേ ഗൂ പുറത്തുനിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവുമായിരിക്കും. മാങ് ആണെങ്കിൽ മാക്സിമം ഈ ഒരു ജെയ്സനെ അടക്കി വെക്കാൻ നോക്കുന്നുണ്ടാവും. നമ്മളെ ഡേ ആണെങ്കിൽ നീ എന്തെങ്കിലും സംസാരിച്ചിട്ട് പോയിക്കോ, ഞാൻ നിന്നെ മൈൻഡ് ആക്കൂല എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം നമ്മളെ ഗൂ കാണുവേ. ഗൂനെ ആണെങ്കിൽ മാങ്ങും കാണുന്നുണ്ടാവും. ഒരു കാര്യം മാങ് ആണെങ്കിൽ ഡേയിനോട് പറയുന്ന ടൈം ഡേ നമ്മളെ ഗൂനെ നോക്കി അവനെ കാണുമ്പോൾ നമ്മളെ പെണ്ണിന് ഒരുപാട് ഹാപ്പി ആകും. പിന്നെ രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്നുണ്ടാവും. പോകാൻ നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഹാപ്പി ആയിട്ടായിരിക്കും ഗൂനോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ നല്ലോണം അറിയാം നമ്മളെ പെണ്ണ് അത്ര ഹാപ്പി അല്ല എന്നുള്ള കാര്യം. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ റൂമിലേക്ക് വരും. റൂമിലെത്തിയ പാട് അവള് ഭയങ്കര ടയേർഡായിരിക്കും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മളെ പാൻ ആണെങ്കിൽ ഒരു നോട്ടീസിന്റെ കാര്യം പറയുന്നുണ്ടാവുക. ഇവർക്കാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ ജോഗിങ് ചെയ്യാനായിരിക്കും. അപ്പൊ ആ ഒരു ജോഗിങ്ങിന്റെ കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ആ ഒരു ജോഗിങ് ഉണ്ടെങ്കിൽ എനിക്ക് കൈയല്ല, അല്ലെങ്കിൽ എൻ്റെ കാല് വേദനയാണ്, ഇനി അതിനും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ടയേർഡായി മരിക്കൂന്ന് പറയേ. അതേ ടൈം നമ്മളെ പാൻ ആണെങ്കിൽ പറയും എടി ആ ഒരു ജോഗിങ് ക്യാൻസലായി, നീ എന്താ ഇങ്ങനെ ഫോണ് നോക്കാത്തത്, എനിക്ക് അതിലാണ് സങ്കടം, എല്ലാ ദിവസവും ഈ ഒരു ജോഗിങ് ഉള്ളത് കൊണ്ടാണ് ചെക്കന്മാരെ എനിക്ക് മിൽക്ക് ഷേക്ക് കൊണ്ടുതരുന്നത്, ഇനി അതില്ലാണ്ട് അവരെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നുള്ള സങ്കടത്തിലായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണ് ഇത് കേൾക്കുമ്പോൾ, അതായത് നമ്മളെ ഡേ പെണ്ണ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആകും. അങ്ങനത്തെ രണ്ട് കുരുപ്പങ്ങൾ, രണ്ടാക്കും വേറെ വേറെ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾക്കും ഇതുപോലത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണം. നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണമായിരിക്കും. കല്യാണത്തിന് അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവനാണെങ്കിൽ വന്നിട്ട് അവർക്ക് ഇതുപോലെ ഉമ്മ കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഇതൊരു നഗ്നമായ സ്വപ്നമാണെന്നുള്ള കാര്യം. ഞാനും വിചാരിച്ച് ഭഗവാൻ എപ്പിസോഡായിട്ട് മാറിപ്പോയോന്ന്, പിന്നെ മനസ്സിലായത് സ്വപ്നാന്നുള്ള കാര്യം. സ്വപ്നത്തിൽ നിന്ന് അവൾ ഞെട്ടുന്നത് തന്നെ വാടന്റെ വിളി കേട്ടിട്ടായിരിക്കും. വാടൻ വിളിക്കുന്ന ടൈം അവളാണെങ്കിൽ ഗൂന് കൊടുക്കേണ്ട ഉമ്മ വാടന് കൊടുക്കാൻ നോക്കുന്നുണ്ടാവും. പിന്നെ ആയിരിക്കും അവൾക്കും മനസ്സിലാവുന്നുണ്ടാവുക അവളിങ്ങനെ റിയാലിറ്റിയിലുള്ള എന്നുള്ള കാര്യം. നോക്കുന്ന ടൈം ആരോ താഴെ വന്നിട്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും അവളെ വിളിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ പോയിട്ട് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ഹാ 2 പാക്കറ്റ് മിൽക്ക് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന ടൈം ആയിരിക്കും അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക അത് ഗൂ ആണെന്നുള്ള കാര്യം. അവള് ഗൂനെ കണ്ടപാടി ചോദിക്കും ഗൂ
നീ എന്താ വിടാ, ഇത്ര രാവിലെ നീ എന്തിന് ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ പറയും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേഗം വാന്നെന്ന് പറയും. നമ്മളെ പെണ്ണു ആണെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്ന ടൈം എല്ലാരും അവളെ തന്നെ നോക്കും. നമ്മളും വിചാരിക്കും അതെന്ത് ഡ്രസ്സ് ആപ്പാന്ന്. ഇതുപോലത്തെ ഒരു ജോഗിങ് ഡ്രസ്സ് ആയിരിക്കും അവൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവക്കാണെങ്കിൽ പാട്ടും ഡാൻസും ഒപ്പരം നടത്തുന്ന ടൈം അവക്കൊരു ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂ വരുന്നുണ്ട് അവർക്കും. അതായിരിക്കും ആ ഒരു ജേസൺ ഇവളെ ചീത്ത പറയാനുള്ള കാരണം. ആ ഒരു ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂ ഇവള് കറക്റ്റ് ആയിട്ട് ജോഗിങ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്നായിരിക്കും നമ്മളെ ഗോ പറയുന്നുണ്ടാവുക. ഈ കുരിപ്പിനാണെങ്കിൽ ജോഗിങ് ചെയ്യാൻ ഇഷ്ടേ ആയിരിക്കൂലേ. അവളാണെങ്കിൽ പറയും എനിക്കിപ്പോ പീരീഡ്സ് ആണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയേ. അവനാണെങ്കിൽ പറയും നിന്റെ പീരീഡ്സ് ലാസ്റ്റ് വീക്കേനു, നീ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് പറയും. അങ്ങനെ അവക്കാണെങ്കിൽ വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർക്ക്. അതിന്റെ കളിയെല്ലാം നോക്കിയാൽ ഭയങ്കര ലേസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലേസി ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് അവൾ പെട്ടെന്ന് നിന്നിട്ടാണെങ്കിൽ പറയും എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഓടാനേ പറ്റുന്നില്ല എന്ന്. അവനാണെങ്കിൽ പറയും മോക്ക് ഫുഡ് വേണം, ഇതാ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുഡും കാണിച്ചിട്ടായിരിക്കും അവളെ കൊണ്ട് ഓടിപ്പിക്കുന്നുണ്ടാവുക. ഏത് നമ്മളെ ഒരു മുറി വന്ന് ആ സംഭവമില്ലേ, അതുപോലെയാണ് എനിക്ക് ഈ ഒരു സീന് കണ്ടുവരാൻ തോന്നിയത്. അങ്ങനെ അവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് അവർക്ക്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഓടി തളരുന്നുണ്ട് അവർക്ക്. അവളെ കൂടിയാണെങ്കിൽ ഇപ്പൊ ഗു ഉണ്ടാവില്ല. ഗു ആണെങ്കിൽ ഇവളെ കയ്യിൽ ഒരു വാച്ച് കെട്ടിക്കൊടുത്തിട്ട് അതിൽ ഇവള് ഓടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട് അവർക്ക്. അല്ലാണ്ട് ഇവളെ കൂടെ ഇപ്പൊ ഉണ്ടാവില്ല. അങ്ങനെ അവളാണെങ്കിൽ നടന്നു വരുന്ന ടൈം അവൾ അടുത്ത് തന്നെ പാനും ഉണ്ടാവുമായിരിക്കും, കട്ടുറുമ്പും ഉണ്ടാവുമായിരിക്കും. ഇവക്കാണെങ്കിൽ ഓടി 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 തളർന്നിട്ട് വീഴാൻ നിൽക്കുന്ന ടൈം കട്ടുറുമ്പാണെങ്കിൽ പിടിക്കും. കട്ടുറുമ്പ് പിടിക്കുന്ന ടൈം നമ്മളെ പാനിനാണെങ്കിൽ എന്തോ ഒരു കുശുമ്പ് ഉണ്ട്. അത് എന്തിന്റെ കുശുമ്പാണെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റൂല. അറിയില്ല ഇനി എന്തെങ്കിലും മൈൻഡ് സൈഡ് ലവ് ഉണ്ടോന്ന്. ഇതിൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മളെ കട്ടുറുമ്പാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അവർക്ക്. അതേ ടൈം പാൻ ആണെങ്കിൽ പറയും ആ ഒരു ഗു നിന്നെ കൊണ്ട് എന്തിനാണ് ഓടിപ്പിക്കുന്നത്, അവൻ നിന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അങ്ങനെയൊന്നുമല്ല, അവൻ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പുകഴ്ത്തുന്നുണ്ടാവും അവർക്ക്. അതേ ടൈം നമ്മളെ കട്ടൂർമാണെങ്കിൽ പറയും ഇതെല്ലാം ചെയ്തത് നീ ആ ഒരു ഗൂന് വേണ്ടിയിട്ടല്ലേ, ഈ ഒരു വാച്ച് നീ എനിക്ക് താ, വാച്ച് ആരെ കൈമിൽ കിട്ടിയാലും അവർ ഓടുന്ന ആ ഒരു കണക്ക് മാത്രമേ ആ ഒരു ഗൂന് കിട്ടുള്ളൂ, അതുകൊണ്ട് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കട്ടുറുമ്പായിരിക്കും നമ്മളെ പെണ്ണിനെ വേണ്ടിയിട്ട് പിന്നെ ഓടുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു കാര്യം പറയേണ്ടിയിട്ടാ തോന്നുന്ന പാൻ ആണെങ്കിൽ നമ്മളെ ഗൂനെ വിളിക്കുന്നുണ്ടായിരിക്കും. ഗു ആണെങ്കിൽ മൈൻഡേ ആക്കുന്നുണ്ടാവില്ല. എടുക്കാത്തത് കൊണ്ട് തന്നെ ഫേനെ വിളിക്കുന്നുണ്ടായിരിക്കും. ഫേ ആണെങ്കിൽ ഗൂന് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ടൈം ഗു ആണെങ്കിൽ എവിടത്തേക്കോ പോയിട്ടുണ്ടായിരിക്കും. ഗുന് കൊടുത്തനോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കിപ്പോ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു കട്ടുറുമ്പാന്ന് നമ്മളെ പെണ്ണിന് പകരമായിട്ട് ഓടുന്നത്. അവനാണെങ്കിൽ ഓടി തളർന്നിട്ട് നമ്മളെ പെണ്ണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ ഓടി വന്നിട്ട് നമ്മളെ ഗൂനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ പറയും നീ ആണെങ്കിൽ ഫ്യൂച്ചറിലായ ഒരു ഗൂന്റെ കൂടി എന്നും നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ഒരുപാട് സഫർ ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെയല്ലോ ആ ഒരു ഓട്ടത്തിന്റെ ആ ഒരു സംഭവം കിട്ടിയല്ലോ, അതിന്റെ സന്തോഷത്തിൽ നടന്നിട്ട് വരുന്ന ടൈമായിരിക്കും ഗൂന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അവന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ടയേർഡായ മാതിരി ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അവളെ ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. എല്ലാം അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുത്തി ചോദ്യങ്ങൾ ചോദിക്കൂല, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാണ്ട്. അങ്ങനെയായിരിക്കും ഇവനാണെങ്കിൽ ഇവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. ഇവക്കും എന്തല്ലോ ഡൗട്ട് അടിക്കുന്നുണ്ടാവുമായിരിക്കും. അവസാനം ഇവളാണെങ്കിൽ സമ്മതിക്കും, ഞാൻ ഇങ്ങനെ ഓടിയിട്ടില്ല. സംഭവം എന്നാ നമ്മളെ കട്ടുറുമ്പില്ലേ, കട്ടുറുമ്പാണെങ്കിൽ ജോഗിങ്ങിന് ഓടാത്തത് പോലത്തെ ഓടാണ്ട് എന്താ പറയുക ഭയങ്കര സ്പീഡിൽ ഓടൂല, മാരത്തോണിൽ ഓടുന്ന പോലെ അങ്ങനെയായിരിക്കും ഓടിയിട്ടുണ്ടാവുക. ആ ഒരു സംഭവം നമ്മളെ ഗൂന് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അതുമാത്രമല്ല നമ്മളെ പാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിനൊന്നും നമുക്ക് അറിയില്ല, അതിപ്പം കാണിച്ചു തരുന്നില്ലേ. അപ്പൊ ആ ഒരു ഡൗട്ടിലായിരിക്കും ഗു ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കുന്നുണ്ടാവുക. അവൾ അവസാനം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഇവനാണെങ്കിൽ ആദ്യമേ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇവളോട് ഇത്ര നേരം സംസാരിച്ചെന്ന് അറിയുന്ന ടൈം അവൾക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അവൾ അതിന്റെ പേരിൽ എന്തല്ലോ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുക. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഇനി ഓടുകയില്ല, എനിക്ക് ഓടാൻ ഇഷ്ടമല്ല, ഞാൻ ഇനി മുതൽ ഓടുകയില്ല എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്, നല്ലോണം ഓടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഹെൽത്തിന് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും.
പക്ഷെങ്കിൽ അവളാണെങ്കിൽ പറയും നിനക്കെന്നെ ഇഷ്ടമല്ല, ആ ഒരു കാര്യം എനിക്കറിയാം. അന്നൊരു ദിവസം മാളെന്നാണെങ്കിൽ എൻ്റെ ചെരുപ്പ് പൊട്ടിയ ടൈം നീ എന്നെ എടുക്കൂന്നാണ് വിചാരിച്ചത്, പക്ഷേ നീ എന്നെ എടുത്തിട്ടില്ല. നീ എനിക്ക് പുതിയ ചെരുപ്പ് വാങ്ങിത്തന്ന്. എല്ലാ ലവേഴ്സും ഇങ്ങനെയൊന്നുമല്ല ചെയ്യുക, എൻ്റെ മനസ്സിലത്തെ പ്രണയം ഒരിക്കലും ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണ് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരിക്കൽ ഇവരാണെങ്കിൽ ഇവൾ എന്തിനാ ഇപ്പം ഇതെല്ലാം പറഞ്ഞതെന്ന് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല. സംഭവം നമ്മളെ പാനും കട്ടുറുമ്പും കുറച്ച് മരുന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു മരുന്നിന്റെ ഫലമായിരിക്കും ഇപ്പൊ കാണുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ഗോ ആണെങ്കിൽ സമാധാനത്തിൽ അവളോട് പറയും പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു റൊമാൻസ് മാത്രമല്ല, നമ്മൾ രണ്ടാളും പരസ്പരം നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല റൊമാൻസും ഉണ്ട്, പക്ഷെങ്കിൽ അതൊരു സൈഡ്, എല്ലാം കുറച്ച് വേണമല്ലോ. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും ആ ഒരു സെറിമണിയിൽ നിന്നെ കൊണ്ട് മര്യാദയ്ക്ക് പങ്കെടുക്കാൻ പറ്റൂല എന്നാണ് ആ ഒരു ജെയ്സൺ വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ അതങ്ങനെയല്ല, നിന്നെ കൊണ്ട് പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്നത് ആരുടെ കടമയാണ്? നിന്റെ കടമയാണ്. ഇപ്പം നീ നല്ലോണം പെർഫോം ചെയ്താലും പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷെങ്കിൽ നിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇതെല്ലാം ചെയ്യാൻ പറയുന്നത്, അല്ലാണ്ട് എനിക്ക് ഇതിൽ നിന്ന് ഒരു ഗുണം കിട്ടുന്നില്ല എന്ന് പറയേ. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് എവിടെ നിന്നില്ലാത്തൊരു മോട്ടിവേഷൻ വന്നിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ പറ്റിക്കാണ്ട് ദിവസം ഓടൂ എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് ഓടി പോകുന്നുണ്ടാവും. നമ്മളെ ഗു ആണെങ്കിൽ അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിട്ട് ആ ഒരു മാന കാണാൻ പോകുന്നതായിരിക്കും. നോക്കുന്ന ടൈം ഇവരെ റോബോട്ട് ആണെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇവരെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് എന്തോ ഒരു സംഭവത്തിൽ സൈൻ ചെയ്യണമായിരിക്കും. നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ സൈൻ ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരിക്കും ഇവരെ മാനേജർ അതായത് മാൻ്റെ മാനേജർ ആണെങ്കിൽ ഒരു ടാബ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും നമ്മളെ റോബോട്ടിനാണെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യമായിരിക്കും ഈ ഒരു മാനേജർ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. അത് കണ്ട അവിടെ ഒരു മാ ആണെങ്കിൽ ബാക്ക് അടിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ കൂറുവാണെങ്കിൽ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല. ഇതേ ടൈം ആരോ ഒരാൾ വിളിച്ചിട്ട് നമ്മളിപ്പം പ്രശ്നത്തിലുള്ളത് നീ ഇങ്ങനെ ഓൺലൈനിൽ നോക്കുമെന്ന് പറയുക. അതേ ടൈം ഈ ഒരു ഓഫീസിലത്തെ അവസ്ഥ ഇതായിരിക്കും. അവർക്കാണെങ്കിൽ ഒരുപാട് കോള് വരുന്നുണ്ടായിരിക്കും. എന്നാ സംഭവം ഇവർക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയായിരിക്കും. ഒരു സംഭവം നമ്മളെ പാൻ ആണെങ്കിൽ കണ്ടിട്ട് അവൾ നമ്മളെ ഡേനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇവർ ഈ ഒരു റോബോട്ട് ആണെങ്കിൽ നമ്മളെ പാരന്റിങ് ലവിലെ ആ ഒരു ലവ് ഇങ്ങനെ കുറക്കുന്നുള്ള രീതിയിലത്തെ ഒരു പ്രചാരണമായിരിക്കും വന്നിട്ടുണ്ടാവും. എല്ലാവരും ആണെങ്കിൽ അവരവരെ തിരക്കിലായിരിക്കും. ഗൂനെ ആണെങ്കിൽ നമ്മളെ ഫേയ് വിളിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഗൂന്റെ മാനസികാവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അവനാണെങ്കിൽ ആ ഒരു കോൾ എടുക്കാണ്ട് നേരെ ഓഫീസിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ ആരോട് എന്നാ സംസാരിക്കേണ്ടത് തിരിയുന്നുണ്ടാവില്ലേ. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും നിങ്ങൾ എല്ലാവരും മോണിറ്ററിൽ നോക്കിയിട്ട് കമന്റ്സ് എന്താണെന്ന് വരുന്നത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ടാവും. ഇവർക്കാണെങ്കിൽ എന്തോ ഒരു ഫണ്ട് റിട്ടേൺ കൊടുക്കണമായിരിക്കും. ആ ഒരു പൈസ ആണെങ്കിൽ ഇവരെ കൈമിൽ ഇപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. ആ ഒരു ആണെങ്കിൽ സ്പോൺസർ ചെയ്യേണ്ടതായിരിക്കും. പക്ഷെങ്കിൽ അവനാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇവരാണെങ്കിൽ കഷ്ടകാലത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ നമ്മൾ ഗു ആണെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ തരാന്നുള്ള കാര്യം നമ്മളെ മാനേജർ പെണ്ണിനോട് പറയുന്നുണ്ടാവുമായിരിക്കും. അവൾക്കും അറിയില്ല ഗു എങ്ങനെയാ തരുക എന്നുള്ളത്. പക്ഷേ മാനേജർ പെണ്ണാണെങ്കിൽ അധികം ഒന്നും പറയാണ്ട് അവിടുന്ന് പോകും. ആണെങ്കിൽ നേരെ ഡ്രിങ്ക്സ് അടിക്കാൻ പോകുന്നുണ്ടാവുമായിരിക്കും. അവിടത്തേക്കാണെങ്കിൽ നമ്മളെ ഹാന് വന്നിട്ട് ഗൂനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷനിലെല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മളെ ആൻറ്റി ആണെങ്കിൽ ഹാനെ വിളിച്ചിട്ട് രാത്രി ഡിന്നറിന് പോകാമെന്ന് പറയേ. അവനാണെങ്കിൽ പറയും ഞാൻ ഇപ്പോൾ ഒരു വർക്കിലാന്നുള്ളത്, ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് അഡ്രസ്സ് അയച്ചു തരാം, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയേ. നോക്കുന്ന ടൈം നമ്മളെ ഹാനാണെങ്കിൽ ഒരു സ്പോൺസറിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലായിരിക്കും. അതേ ടൈമായിരിക്കും നമ്മളെ ചെക്കൻ അഡ്രസ്സ് അയച്ചത് കൊണ്ട് തന്നെ പെണ്ണും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ആൻറ്റിക്കാണെങ്കിൽ ഇവന്റെ കഷ്ടപ്പാട് മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും. ഹാൻ ആണെങ്കിൽ മാക്സിമം കഷ്ടപ്പാടെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ട് ഇവളോട് ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നാലും നമ്മളെ ആൻറ്റിക്കാണെങ്കിൽ ഇവന്റെ സങ്കടം മനസ്സിലാക്കിയിട്ട് ആൻറ്റി ആണെങ്കിൽ പറയും ഇന്നത്തെ ഡിന്നർ ഞാൻ നിനക്ക് തരാം, നീ ഇങ്ങനെ പേടിക്കേണ്ട, ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു സ്പോൺസറെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. ഇവർ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുകയെ. അവിടത്തേക്കാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ഒരു സീനിയർ വരുമെന്നും ആ ഒരു സീനിയർ ആണെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ നമ്മളെ ഹാനോട് നമ്മളെ പെണ്ണ് പറയുന്നുണ്ടാവുമായിരിക്കും. ഇവർ രണ്ടാളും അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമായിരിക്കും അവിടത്തേക്ക് നമ്മളെ പെണ്ണിന്റെ എക്സ് കാമുകനിലെ അവൻ വരുന്നുണ്ടാവുക. അവനെ കണ്ടപാടെ ആൻറ്റിക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഹാൻ ആണെങ്കിൽ അവരാവശ്യമായത് കൊണ്ട് തന്നെ സമാധാനത്തിൽ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ലോക ഉഡായ്പ് എന്നല്ല പറയുക, എന്താ പറയുക, ലോക അഹങ്കാരം എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരു അഹങ്കാര ഭാവത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മളെ ഹാൻ കൈ കൊടുത്തിട്ട് വരെ ആ ഒരു
കുരുട്ടാണെങ്കിൽ കയ്യെ കൊടുക്കുന്നുണ്ടാവില്ല. നമ്മളെ ആൻറ്റിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഹാൻഡിയും കൈ പിടിച്ചിട്ട് പോകാൻ നിൽക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും നിക്ക് നിക്ക് നിക്ക്, ഇത് നമ്മളെ ആവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് സമാധാനത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഹാൻ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഇയാളാണെങ്കിൽ പറയും നിനക്കാണെങ്കിൽ 10 മിനിറ്റ് ടൈം ഉണ്ട്, അതിനുള്ളിൽ നിനക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ചെയ്തോ. അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഫുഡും കഴിക്കുമെന്ന് പറയേ. ഇവനാണെങ്കിൽ അവൻ്റെ കമ്പനിനെ കുറിച്ചിട്ടും AI റോബോട്ട്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക്. പക്ഷെങ്കിൽ മറ്റേ കുരുട്ടില്ലേ, അതാണെങ്കിൽ ഇവനെ മൈൻഡ് വരെ ആക്കാണ്ട് തിന്നോണ്ടും ഫോണിനെ കൊണ്ട് കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക്. അത് മാത്രമല്ല ഹാനെ അപമാനിക്കൊന്നും ഉണ്ടാവുമായിരിക്കും. ഏതൊരു പെണ്ണിനും സ്വന്തം ചെക്കനെ അപമാനിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ വെറുതെ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളെ ആൻറ്റി ആണെങ്കിൽ കളിപ്പാക്കുന്നുണ്ടാവുമായിരിക്കും. ആൻറ്റി കളിപ്പാവുന്ന ടൈം ഈ ഒരാളും കളിപ്പാവുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ രണ്ടാളും തമ്മിൽ മരിച്ചോട് നിൽക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ നമ്മളെ ആൻറ്റീനെ സമാധാനപ്പെടുത്തിയിട്ടാണെങ്കിൽ പറയൂ നിങ്ങളിപ്പോൾ എന്നോട് സംസാരിച്ചില്ലേ, ആ ഒരു സംസാരം മാത്രം എനിക്ക് മതി, ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്കൊന്നും കേൾക്കാനില്ല, നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും പുറത്തേക്ക് നടന്നിട്ട് വരുവേ. ഈ ടൈമായിരിക്കും ആ ഒരു ബോയ് ഫ്രണ്ടിന് പണി കൊടുക്കുന്ന പോലെ അവിടെയുള്ള വെയിറ്റർ ആണെങ്കിൽ വന്നിട്ട് ഈ ഒരു ഫുഡിൻ്റെ ബില്ല് മൊത്തം നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ടാവുക. ഇതെന്ത് പറഞ്ഞാലും ഒരു അസല് പണിയായിരിക്കും. നമ്മളെ ബോയ് ഫ്രണ്ട് ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അർത്ഥത്തിൽ നിന്ന് നമ്മളെ ആൻറ്റി ആണെങ്കിൽ നമ്മളെ ഹാനോട് സോറി ചോദിക്കുന്നുണ്ട്. അവർക്ക് ഹാൻ ആണെങ്കിൽ പറയും അതൊന്നും കുഴപ്പമില്ല, അവൻ വെറും സെറ്റിയാണ്, അവൻ ഇതെല്ലാം കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ആൻറ്റീനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും. ആൻറ്റിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ടാവേ. നമ്മൾ കാണുന്നത് പെണ്ണും മാങ്ങും കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യം മാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറഞ്ഞിട്ട് അവളോട് അതിന്റെ രഹസ്യം ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ വേണ്ടാണെങ്കിൽ പറയും അതേ നമുക്ക് ആരെടുത്തുന്നെങ്കിലും കുറച്ച് ലവ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും ഹാപ്പിയിൽ സംസാരിക്കുന്ന ടൈമായിരിക്കും ആ ഒരു ജെയ്സൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന് പണി കൊടുത്താലേ അടങ്ങൂ എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും. അവനാണെങ്കിൽ വന്നിട്ട് ഒരു നോട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇപ്പോൾ അധികം വലിയ പിച്ചില്ലാത്തൊരു പാട്ടായിരിക്കും പാടുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ ഡാൻസും കൂടി കളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമായിരിക്കില്ല. പക്ഷെങ്കിൽ ഇവനാണെങ്കിൽ പുതിയൊരു നോട്ട് കൊടുത്തിട്ട് ഇതാണ് നിങ്ങൾ സ്റ്റേജിൽ നിന്ന് പാടാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണിനാണെങ്കിൽ അത് പറ്റുകയേ ഉണ്ടാവില്ല. മാങ് ആണെങ്കിൽ മാക്സിമം പറ്റൂല എന്നൊന്ന് പറയുവേ. പക്ഷേങ്കിൽ ജെയ്സൺ ആണെങ്കിൽ പറയും പറ്റൂലെങ്കിൽ ഈ ഒരു ഡേയിനോട് നിർത്തിയിട്ട് പോയിക്കോന്ന് പറഞ്ഞോന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ആണെങ്കിൽ ഇനി എന്നാ ഭഗവാനെ ഞാൻ ചെയ്യുക എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു സീനിൽ കൂടിയിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളെ പെണ്ണിനെ നല്ലോണം പാടാൻ പറ്റുമോ? നിങ്ങൾ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.